നമസ്കാരം. ആരോ ചന്തയ്ക്ക് പോയ കഥ അറിയാമല്ലോ. അതുപോലുള്ള ഒരു കഥയുടെ ബാക്കി പത്രമാണ് സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നത്. $10 കോടിയാണ് പോയത് ഒരു മാസം മുമ്പ്. മാർച്ച്, ഫെബ്രുവരി, ജനുവരി മാസത്തിലായിരുന്നു. വേൾഡ് ഇക്കണോമിക് ഫോറം. ആരോപണം എന്തായിരുന്നു? അകത്ത് പോലും കയറ്റിയിട്ടില്ല. പോയ സംഘത്തെ, ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞാലോ അതുപോലെ പോയി തിരിച്ചു വന്ന ചിലർ 10 കോടി മുടക്കിയിട്ട് ഇപ്പം മിണ്ടാട്ടമില്ല. 1,18,000 കോടി നിക്ഷേപം ഇങ്ങ് വന്നു കഴിഞ്ഞു എന്നായിരുന്നു പ്രചരണം. എന്നാൽ യഥാർത്ഥത്തിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അറിയാതെ നാട്ടുകാരുടെ പണം പറ്റിച്ച് തിരിച്ചു വന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദ പെർസ്പെക്ടീവ് ഫ്രം ദ വേൾഡ് ഇക്കണോമിക് ഫോറം ഹൈലൈറ്റ്സ് ഹൗ ലോ വാല്യൂ വേസ്റ്റ് സ്ട്രീംസ് ക്യാൻ ബിക്കം സ്ട്രാറ്റജിക് ഫ്യൂവൽ സോഴ്സസ്. ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഫോറമായി എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ ഫോറത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേസ്റ്റിൽ നിന്നുള്ള ഫ്യൂവലിനെ കുറിച്ചുള്ള വളരെ ഗംഭീരമായ ഒരു പ്രസന്റേഷൻ അവിടെ നടന്നു. അവതരിപ്പിച്ചത് സ്പെയിനിൽ നിന്നുള്ള ഒരു വലിയ വ്യവസായിയാണ്. ഹിയർ റെപ്സോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോസു ജോൺ ഇമാസ് talks us through the innovative facilities using hundreds of thousands of tons of unwanted waste to power a low carbon future. നമ്മൾ 2-3 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സെയിലിംഗ് കമന്ററി 3 വർഷമായി. അവിടുത്തെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വരെ എത്തി. ഇവിടെ ചന്തയ്ക്ക് പോയവർക്കും മിണ്ടാട്ടമില്ല, തിരിച്ചു വന്നവർക്കും മിണ്ടാട്ടമില്ല. കൂടുതൽ കഥ കേൾക്കുമ്പോഴാണ് നമ്മളെയൊക്കെ കൂടുതൽ കബളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ബോധ്യമാകുന്നത്. കാർട്ടഗീന ഫാക്ടറി മേക്സ്, അവരുടെ സ്പെയിനിലെ ഫാക്ടറിയെ കുറിച്ചാണ്. Cartagena factory makes 250,000 tons of sustainable fuel a year. ഒരു വർഷം 2.5 ലക്ഷം ടൺ ഫ്യൂവൽ ഉണ്ടാക്കുകയാണ്. ഫ്രം 3 lakh tons of organic waste. നമ്മുടെ കുളവാഴ അടക്കം, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അടക്കം 3 ലക്ഷം ടണ്ണിൽ നിന്ന് 2.5 ലക്ഷം ടൺ സസ്റ്റൈനബിൾ ഫ്യൂവൽ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇവിടെ നിലവിലുള്ള ടെക്നോളജി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 10-ൽ 1. 10 ടൺ ഉണ്ടെങ്കിൽ 1 ടൺ മെത്തനോൾ ഉണ്ടാക്കാമെന്ന് പറയുന്നിടത്ത് ഇവിടെ നേരത്തെ സെയിലിംഗ് കമന്ററി ഒരിക്കൽ പറഞ്ഞു ഇതിന്റെ കണക്കെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ടെക്നോളജിയും കണക്കുകളൊക്കെ അങ്ങ് മാറി. ടുഡേ വി ഹാവ് ഇൻ സ്പെയിൻ 1,500 സർവീസ് സ്റ്റേഷൻസ് ഫ്രം റെപ്സോൾ. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന 1,500 സർവീസ് സ്റ്റേഷൻസ് ഉണ്ട്. പ്രൊവൈഡിങ് ഡീസൽ 100% റിന്യൂവബിൾ. ഈ വേസ്റ്റിൽ നിന്ന് എടുത്ത 100% റിന്യൂവബിൾ ആയിട്ടുള്ള ഡീസൽ ഈ 1,500 ഔട്ട്ലെറ്റ് വഴി അവരവിടുത്തെ വാഹനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ കമ്പനി ഈസ് ഓൾസോ കൺസ്ട്രക്ടിംഗ് എ ഫെസിലിറ്റി അറ്റ് തർഗോണ ഇൻ കാറ്റലോണിയ. അവിടെ അടുത്തൊരു പ്രദേശത്ത് വീണ്ടും അവരൊരു ഫാക്ടറി ആരംഭിക്കാൻ പോകുന്നു. ശ്രീ ജോസു ജോൺ ഇമാസ് വളരെ രസകരമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അവിടെ ഇക്കോപ്ലാന്റ വിൽ ബി ദ ഫസ്റ്റ് പ്ലാന്റ് ഇൻ സ്പെയിൻ ടു റിക്കവർ methanol. Adira symbol. Ecoplanta will be the first plant in Spain to recover methanol from non-recyclable municipal waste. നമ്മൾ പറയുന്ന ഡിറ്റോ അവരടുത്ത പ്ലാന്റ് അവിടെ ഇക്കോപ്ലാന്റ will be the first plant in Spain. It has a target to process 4 lakh tons of MSW per year. ഒരു വർഷം 4 ലക്ഷം ടൺ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആ പ്ലാന്റിനുള്ളത്. ഇൻടു 2,40,000 ടൺസ് ഓഫ് റിന്യൂവബിൾ ഫ്യൂവൽസ് ആൻഡ് സർക്കുലർ പ്രോഡക്ട്സ്. അതിൽ നിന്ന് 4 ലക്ഷത്തിൽ നിന്ന് 2,40,40,000 ടൺ മെത്തനോൾ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 60% ആണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ മെയിൻ പാർട്ട് ഓഫ് ദിസ് വേസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് റീസൈക്കിൾ ടുഡേ. ഒരു വിഷ്വൽ അവർ കാണിക്കുന്നുണ്ട്. ആ വിഷ്വലിൽ കാണുന്ന വേസ്റ്റ് ഇന്ന് അവരൊന്നും ചെയ്യുന്നില്ല. അതിൽ നിന്ന് വി ആർ ഗോയിങ് ടു ടേക്ക് എ മെയിൻ പാർട്ട് ഓഫ് ദിസ് വേസ്റ്റ്
that is not recycled today, and in the recomposition of these molecules we are going to produce green methanol that is going to be used in the maritime sector. നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യം ഇതിനകത്തുണ്ടോ? വിഷയം വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെത്തി. ഇവിടുന്ന് ചന്തയ്ക്ക് പോയവർ ഇതൊന്നും കണ്ടതുമില്ല, കേട്ടതുമില്ല. അവരൊരു ചലഞ്ച് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പവൻമാറ്റ് തിളക്കം വരുന്നത്. But the real challenge for 2026 is the feedstock gap. Adiyada simple. But the real challenge for 2026 is the feedstock gap. We have proven the technology works. ഞങ്ങൾ ഇതിന്റെ ടെക്നോളജി എല്ലാം റെഡിയാക്കി, അതെല്ലാം നടക്കുമെന്നുള്ളത് 100% ഉറപ്പായി. Now we just need enough trash to power the fleet. വേസ്റ്റ് ഇല്ല, ആ നാട്ടിൽ വേസ്റ്റ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇതാണ് അവിടുത്തെ വിഷയം. ബട്ട് ദ റിയൽ ചാലഞ്ച് ഫോർ 2026 ഈസ് ദ ഫീഡ് സ്റ്റോക്ക്. ഫീഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപാദനത്തിന് വേണ്ടി കൊടുക്കേണ്ട റോ മെറ്റീരിയൽ. പലയിടത്തും പല റോ മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ഇവിടെ വേസ്റ്റ്. അങ്ങനെയുള്ള റോ മെറ്റീരിയൽ അവർക്ക് ആവശ്യത്തിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. നമ്മളെ തീമഴ, ഈ നാട്ടിൽ തീമഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം. അത്രയ്ക്ക് ഗുരുതരമായ വീഴ്ച, അഴിമതി, അവഗണനയുടെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ടാണ് നാട്ടുകാരുടെ 10 കോടിയെടുത്ത് ഡാവോസിൽ പോയി ഡാൻസ് ചെയ്ത് തിരിച്ചു വന്നത്. ആരൊക്കെ എതിർത്താലും അവഗണിച്ചാലും നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ, തീരുമാനിച്ചാൽ അതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആകുന്നത് വരെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അടുത്ത സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം, തലസ്ഥാനത്തെ പ്രശസ്തമായ ഒരു സർക്കാർ സ്കൂളാണ്. അവിടെയാണ് അടുത്ത കാർഡ് ക്യാമ്പയിൻ നടന്നത്. ശ്രീ മോഹൻകുമാർ, ശ്രീ രമേശ് പെരേര, ശ്രീ മാർക്കോസ്, ഇവർ 3 പേരും കൂടി ചേർന്ന് 1000 കാർഡ് സ്കൂളിൽ എത്തിച്ചു. പിന്നെ സജീവ് കുമാർ, ഹെഡ് മാസ്റ്റർ സജീവ് കുമാർ, പ്രിൻസിപ്പൽ ആയിരിക്കാം, ഹയർ സെക്കൻഡറി സ്കൂളാണല്ലോ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, പ്രൈമറി സ്കൂളിലാണ് ഇത് എഴുതിയത്. 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഏകദേശം 1000 കുട്ടികൾ കത്തെഴുതി. പ്രൈം മിനിസ്റ്റർ, മുഖ്യമന്ത്രി, നമ്മുടെ മേയർ, തലസ്ഥാനത്തെ മേയർ, ഇവർക്കാണ് കത്തയച്ചത്. ഈ പ്രചരണ പരിപാടിക്ക് നല്ലൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. ഈ കാർഡ് ക്യാമ്പയിന് അവിടുത്തെ അധ്യാപകരായ ദീപ ഒ, ബിജി മാത്യു, പ്രിൻസില, മായ മിത്രൻ, രേവതി എസ് വി എന്നീ അധ്യാപകർ എല്ലാ പിന്തുണയും നൽകി. അവസാനം അവരുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ലെറ്റർ ബോക്സ്. കുട്ടികൾ തന്നെ നേരിട്ട് വന്ന് ലെറ്റർ ബോക്സിൽ അവരെഴുതിയ കത്തുകൾ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ നമ്മൾ തുടങ്ങുന്ന ഈ ക്യാമ്പയിന് ഒരു തീരുമാനമാകുന്നതുവരെ നമ്മളിത് ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കൊച്ചു കൂട്ടുകാർ, ഭാവി തലമുറ ആ ബാറ്റൺ ഏറ്റെടുത്തു കഴിഞ്ഞു.